ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കേട്ടാൽ വെള്ളം പോവാത്തവൻ്റെ നിന്നും പോലും വെള്ളം പോവും അമ്മാതിരി കഥയാണ്. അപ്പോൾ ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ഞാൻ ഒരു ദിവസം, അതായത് ഞാൻ മെഡിക്കൽ ഷോപ്പിലായിരുന്നു എൻ്റെ ജോലി എന്ന് പറയുന്നത്. ഒരു ദിവസം ഞാൻ 6 മണിക്ക് അവിടെ ഷോപ്പിലിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മെഡിക്കൽ എന്ന് പറയുന്നത് എനിക്ക് ബ്ലഡ് ടെസ്റ്റാണ്, അതായത് ചോരയിലുള്ള എല്ലാം, അതായത് ഷുഗറും പ്രഷറും. എനിക്ക് അധികം വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 6 മണിക്ക് നല്ല തണുത്ത സിയും കൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പുറത്തേ പോകുന്ന വരാന്തയിലൂടെ പോകുന്ന കാറും ലോറിയും സ്കൂട്ടറും ബൈക്കും ഒക്കെ നോക്കി ഞാൻ അവിടെ ഇരിക്കുന്ന ടൈം പെട്ടെന്ന് ഒരു വയസ്സായതോ അല്ല, വയസ്സായിട്ടില്ല എന്നാൽ ഒട്ടും ചെറുപ്പക്കാരനല്ലാത്ത രീതിയിലുള്ള ഒരു മനുഷ്യൻ, അതായത് ഒരു 40 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അദ്ദേഹം എൻ്റെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് എന്നെ ആദ്യം തന്നെ, മോള് ഒറ്റക്കാണോ, നല്ല രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആണുങ്ങളൊന്നില്ലേ മോൾ ഒറ്റക്കാണോ ഈ 6 മണിക്കൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെയായിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എനിക്കൊരു അച്ഛൻ്റെ ഫീലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം ഇദ്ദേഹം എന്നോടൊരു കെയറിങ് ആണ് എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. അങ്ങനെ അദ്ദേഹം ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റക്കാണ്, എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ചോദിച്ചു എന്താണ്. അപ്പോൾ പറഞ്ഞു എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, എത്ര റേറ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 60 രൂപയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു എവിടെയാണ് ഇരിക്കേണ്ടത്, ഹാളുണ്ട്, ഹാളിൽ ഇരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹാളിലല്ല, ഇവിടെ വരണം. അപ്പോൾ ചോദിച്ചു ഈ 6 മണിക്കൊക്കെ ആൾക്കാർ വരാറുണ്ടോ. ഞാൻ പറഞ്ഞു 6 മണിക്കൊന്നും വരാറില്ല, ഞാനൊന്ന് 6 മണിക്ക് വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ്. ഒരു 8, 9, 10 മണിയാകുമ്പോഴേക്കും ആൾക്കാർ വരും. കാരണം ഇത് 2 തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഷുഗർ എന്ന് പറയുന്നത് ഒന്ന് വെറും വയറ്റിലും ടെസ്റ്റ് ചെയ്യണം, പിന്നെ ഭക്ഷണം കഴിച്ചിടും. അപ്പോൾ മുസ്ലിംസ് അധികം ഒരു 7-8 മണി ടൈം, 8-9 മണി ടൈമായിരുന്നു വരുന്നത്. ഹിന്ദുസ് പകുതിയും 6 മണിക്കൊക്കെ വരും. എന്നാലും കറക്റ്റ് 6 മണിക്കൊന്നും വരാറില്ല. അങ്ങനെ അദ്ദേഹം ചോദിച്ചു എവിടെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ഇരുട്ടായിട്ടുള്ള ഒരു റൂം, ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു റൂം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റക്കായിരുന്നു. അങ്ങനെ ആ സ്റ്റോർ റൂം പോലത്തെ റൂമിൽ ഞാൻ അദ്ദേഹത്തിനെ ഇരുത്തി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ആ ഒരു സൂചി പോലത്തെ സാധനം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞാനത് എടുത്തു വരുമ്പോഴേക്കും അദ്ദേഹം 2 ഷർട്ടിൻ്റെ കുടുക്ക് ഊരിയിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം അദ്ദേഹം വരുന്ന ടൈം നല്ല മാനിനെ പോലെ കോളറിൽ വരെ കുടുക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം 2 കുടുക്ക് അങ്ങനെ ഊരിയിട്ടു. ഞാൻ ഫസ്റ്റ് തന്നെ വലിയ മൈൻഡ് ചെയ്തില്ല. കാരണം ഇയാളൊരു നല്ല ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ആർക്കും കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഇയാളുടെ ഒരു കെയറിങ്ങും ആർക്കും ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈ ഞാൻ വേഗം തുടച്ചു കൊടുത്തു. എന്നിട്ട് ആ സാധനം കെട്ടിയിട്ട് ഞാൻ സൂചി എടുത്ത് ചോര എടുക്കാൻ വേണ്ടി സൂചി കുത്തി ഇങ്ങനെ വലിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ഇവിടെ ഇങ്ങനെ മുറുക്കെ പിടിക്കുകയാണ്. എനിക്കാണെങ്കിൽ വേദനയും തരിപ്പും ഒക്കെ തന്നെ കയറി. ഒന്നാമത് അതിൻ്റെ ഉള്ളിൽ ഫുൾ AC ആയിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ ഇവിടെ മുറുക്കെ പിടിക്കുകയാണ്. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം അറിയാണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ മെല്ലെ തന്നെ ഇവിടെ നിന്ന് മെല്ലെ തന്നെ ഇങ്ങനെ എടുത്ത് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ കണ്ണിലോട്ടൊന്ന് നോക്കി. ഞാനും അദ്ദേഹത്തിൻ്റെ കണ്ണിലോട്ട് ഒരു നിമിഷം നോക്കി. പെട്ടെന്ന് എനിക്ക് എന്തോ പോലെ ഞാൻ താഴോട്ട് നോക്കി. വേഗം തന്നെ ആ സൂചി എടുത്ത് ഞാൻ ആ മെഷീനിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ടെസ്റ്റ് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, ഞാൻ അഥവാ ഭക്ഷണം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ ഈ ഫാർമസിയുടെ നമ്പറിലോട്ട് എനിക്ക് ഞാൻ ഇയാൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഓക്കെ പറഞ്ഞു. അദ്ദേഹം വീട്ടിലോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് എൻ്റെ മെഡിക്കലത്തെ നമ്പറിൽ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഷുഗർ അത്രയും ഇല്ല, ഒരു 4% മാത്രമേ കൂടിയിട്ടുള്ളൂ. അതായത് 110 വേണ്ട ഷുഗർ 114, ആ രീതിയിൽ മാത്രമേ ഷുഗർ ഉള്ളൂ അദ്ദേഹത്തിന്. അത് ഷുഗർ അല്ല, എന്നാലും ഷുഗറാണ്. ഞാൻ അദ്ദേഹത്തിന് അത് അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം എനിക്ക് മെസ്സേജ് ചോദിച്ചു ഷോപ്പിൽ ഇപ്പോഴും കൊച്ചൊറ്റക്കായിരുന്നു. എൻ്റെ കൊച്ചെന്നാണ് വിളിച്ചത്. കൊച്ചൊറ്റക്കാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ പറഞ്ഞു ഞാൻ ഇനി എപ്പോഴാണ് വരേണ്ടത്. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 2 മണിക്കൂർ കഴിഞ്ഞ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ നിന്നുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് എനിക്ക് 2 മണിക്കൂർ ഇരിക്കാവോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ വേണ്ട, ഇത് കസ്റ്റമർ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന് ഞാൻ പറയുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു അല്ല അതിനൊന്നും പ്രശ്നമില്ല, ഞാൻ വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ രീതിയിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എന്നോക്കെ വന്നു എന്നിട്ട് ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. പൊതുവെ അധികം
അധികം വയസ്സായ ഏച്ചിമാരും വയസ്സായ കുടുംബശ്രീയിലൊക്കെ പോകുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ വന്ന് അവിടെ ഇരിക്കാറുണ്ട്. അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഞാൻ അദ്ദേഹം അദ്ദേഹം ഭക്ഷണം കഴിച്ച് ഞാനൊരു 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴുണ്ട് പെട്ടെന്ന് അദ്ദേഹം ആദ്യം വീണ്ടും വരുന്നു. അങ്ങനെ അദ്ദേഹം വന്നു, നല്ല ഒരു ഹിന്ദി പാട്ടൊക്കെ വെച്ച് അവിടെ സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും കസ്റ്റമർ ആരും വരുന്നുണ്ടായിരുന്നില്ല. അതൊരു 6:45 ആ ടൈമായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇനി ആൾക്കാർ വരാൻ എത്ര സമയം എടുക്കും? ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു 2 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഞാൻ അവിടെ ഉണ്ടായിരുന്ന കസാലയിൽ വന്നിട്ട് എൻ്റെ കസാലിൻ്റെ 2 സൈഡ് ഇങ്ങനെ കൈവെക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ വായ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് പറഞ്ഞു, ആരും അറിയില്ല, ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല, മോളൊന്നും കണ്ട് പേടിക്കണ്ട, മോള് ഒന്നും ചെയ്യണ്ട. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും എൻ്റെ കൺട്രോൾ അത്രയ്ക്കും പോയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അല്ല എന്താ ഉദ്ദേശിക്കുന്നത്? മോള് ഈ മെഡിക്കൽ എനിക്ക് വേണ്ടി ഒരു 2 മണിക്കൂറൊക്കെ അടച്ചിടണം. ഞാൻ ചോദിച്ചു, അടച്ചിടാനോ? എന്തിനാണ് ഇത് അടച്ചിടുന്നത്? അദ്ദേഹമാണെങ്കിൽ 2ാമത്തെ വരവിൽ നടന്ന് നല്ല സ്പ്രേയും നല്ല പെർഫ്യൂം അത്തറും ഒക്കെ തേച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് മണക്കുമ്പോൾ എൻ്റെ കൺട്രോൾ മുഴുവനും പോയിട്ടുണ്ടായി. അദ്ദേഹത്തിൻ്റെ പിടുത്തവും ഒക്കെ തന്നെ എൻ്റെ കൺട്രോൾ മുഴുവനും പോയിരുന്ന ഒരവസ്ഥയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്തിനാണ് അടച്ചിടുന്നത്? മോള് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, മോളൊന്നും ചെയ്യണ്ട, മോൾ അവിടെ അടങ്ങിയിരുന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തു തരാം, മോൾ പ്ലീസ് പറയുന്നൊന്ന് കേൾക്കൂ കൊച്ചേ എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം എന്താണെന്ന്. പക്ഷേ എനിക്ക് വേണ്ട എന്ന് പറയാൻ മാത്രമുള്ള നിവൃത്തികേടിലല്ലായിരുന്നു. എൻ്റെ കൺട്രോളും ഇദ്ദേഹത്തിനെ കണ്ട മുതലേ ഒന്നാമത് രാവിലെ ആയിരുന്നു എൻ്റെ കൺട്രോൾ മുഴുവനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു, അതും ശനിയാഴ്ച ഒന്നുകിൽ ഉച്ചക്ക് ഇല്ലെങ്കിൽ ഉച്ച വരെയായിരുന്നു ഞാൻ തുറക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ കണ്ട ഉടനെ എനിക്ക് എൻ്റെ കൺട്രോൾ പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ അങ്ങോട്ട് ചെന്ന് പിടിക്കുകയാണ്. എന്നിട്ട് ഞാൻ വല്ലേ അദ്ദേഹത്തെ ആ സോഫയിലോട്ടേക്ക് തള്ളിയിട്ട് എൻ്റെ ചെരുപ്പും ഞാൻ അവിടെ നിന്ന് മാറ്റിവെച്ച് എൻ്റെ സ്കൂട്ടിയും ഞാൻ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റിയിടുകയാണ്. കാരണം ആൾക്കാർ വന്നാൽ ശ്രദ്ധിക്കും, സ്കൂട്ടി ഉണ്ട് ചെരുപ്പും ഉണ്ട്, ഇവളെവിടെ പോയി എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് സ്കൂട്ടിയും മാറ്റി എൻ്റെ ചെരുപ്പും മാറ്റി ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊന്നിരുന്നു. ആ ഡോറൊക്കെ ഗ്ലാസ്സൊക്കെ പൂട്ടി ഓപ്പണുള്ളത് ക്ലോസ് ആക്കി കർട്ടൻ വിരിച്ച് അവിടെയുള്ള ലൈറ്റെല്ലാം ഓഫ് ചെയ്തു നല്ല ഇരുട്ടാക്കി ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നതും പിന്നെ അവിടെ എനിക്ക് എന്താണ് സംഭവിച്ചത് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെയും കാട്ടിയും എനിക്കായിരുന്നു ഭ്രാന്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിച്ച കാര്യം ഞാൻ അദ്ദേഹത്തെ നല്ല രീതിയിൽ കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എന്താണ് എനിക്ക് പറ്റിയെന്നറിയില്ല, എനിക്ക് ആരെ കിട്ടിയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു പെണ്ണായ എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. ഞാൻ വേഗം തന്നെ ഇട്ടിട്ടുണ്ടായ ഷാളും കോട്ടും ഒക്കെ തന്നെ ഊരി. അവിടെ എന്താണ് നടന്നത് എനിക്ക് പോലും അറിയത്തില്ല, അമ്മാതിരിയായിരുന്നു അവിടെ അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കഥകൾ പച്ചത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വാട്സപ്പ് നമ്പർ എന്തിനാണെന്ന് അറിയുന്ന ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ 500 രൂപ പേ ചെയ്താൽ ഞാൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എനിക്ക് കോൾ ചെയ്യരുത്, വാട്സപ്പിലായാലും നോർമലായാലും കോൾ ചെയ്യരുത്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രമേ എനിക്ക് നോക്കാൻ പറ്റൂ. പിന്നെ ഡെയിലി എനിക്ക് നോക്കാൻ പറ്റില്ല, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് വെക്കുക. എനിക്ക് ഫ്രീ കിട്ടുന്ന ടൈമിൽ ഞാൻ ആ മെസ്സേജ് നോക്കും, അതിന് റിപ്ലൈ തരും. ആ ടൈമിൽ നിങ്ങൾ ക്യാഷ് അയച്ചു നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. ഞാൻ ഓൺലൈൻ ഇല്ലാത്ത ടൈം എനിക്ക് ക്യാഷ് അയച്ച് നിങ്ങളെന്താ റിപ്ലൈ തരാത്ത കമൻറ്റിൽ അങ്ങനത്തെ ഒരു കമൻറ്റ് ഇടരുത്. കാരണം എനിക്ക് ടൈം കിട്ടാറില്ല. ടൈം കിട്ടുന്ന ടൈമിൽ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യും. നിങ്ങളെ പേയ്മെൻറ്റിൻ്റെ പ്രൂഫ് സ്ക്രീൻഷോട്ടും ഞാൻ നോക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.